ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ ചോദിക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഗ്രാമർ വീഡിയോ ഉണ്ടോ? ഗ്രാമർ വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നെറ്റ് വിളിക്കേണ്ട. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു ഗ്രാമർ സെക്ഷനാണ്. കാരണം എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു പാർട്ടാണ്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ചില ആൾക്കാർ പറയും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ചില ആൾ പറയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചില ആൾക്കാർ പറയും ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് തുടർച്ചയായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ള തുടർച്ചയെ സൂചിപ്പിക്കാനാണ് ഐ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാവ് ബീനും അല്ലെങ്കിൽ ഹാസ് ബീനും വാസ് വെയർ അല്ലെങ്കിൽ ഈസ് ആമ് ആറ് ഇതൊക്കെ പ്ലസ് ING യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ തമ്മിൽ എന്താണ് ബന്ധം, ഇതൊക്കെ തമ്മിൽ എത്രത്തോളം അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് എന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം മിൽക്കുട്ടി, ഇന്ന് നമുക്ക് നേരെ ആദ്യം തന്നെ നമുക്കൊരു കാര്യം ബേസിക്കിൽ നിന്നാണല്ലോ തുടങ്ങേണ്ടത്, എന്നാലേ ഇത് അങ്ങോട്ട് അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നീ ഇപ്പോൾ പിന്നെ ഒരു സ്റ്റുഡൻ്റ് അല്ലേ? അതെ, ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലേ? ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നീ എന്താവും? നീ വേറെ എന്തെങ്കിലും ആവും അല്ലേ? അപ്പൊ നീ പറയും അന്ന് ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് പറയും അല്ലേ? ഇനി ഇപ്പൊ നീ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? തുടർച്ചയായിട്ട് നീ കുറച്ചു കാലം സ്റ്റുഡന്റ് തന്നെ ആണെങ്കിൽ നീ പറയും ഞാനിപ്പോ കുറച്ച് കാലങ്ങളോളായിട്ട് സ്റ്റുഡന്റ് ആണ് എന്നും പറയും. ഇങ്ങനെ പല രീതിയിൽ ഇത് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിൽ ഇത് പറയാൻ നോക്കാം. ഓക്കെ, അല്ലല്ല, ഇത് നീ പറയണ ഞാനാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് ആണ്, എങ്ങനെ പറയാം? ഐ ആം എ സ്റ്റുഡന്റ്. ഒരു സംശയം വേണ്ട, ഐ ആം എ സ്റ്റുഡന്റ്, ഞാനൊരു സ്റ്റുഡന്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞു, 10 അല്ല ഒരു 20 വർഷം, 10 വർഷം കഴിയുമ്പോഴേക്കും സ്റ്റുഡന്റ് തന്നെ ആവും. ഒരു 20 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 25 വർഷം കഴിഞ്ഞു ജോലിയൊക്കെ കിട്ടി, അന്നേരം നമ്മൾ എന്താ പറയാ? ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു. ടോണൊക്കെ മാറാൻ തുടങ്ങി. ഐ വാസ് എ സ്റ്റുഡന്റ് അല്ലേ? ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു, ഐ വാസ് എ സ്റ്റുഡന്റ് അല്ലേ? ഈ വാസ് എന്ന് പറയുന്നത് വോസ് എന്ന് പറയണം എന്നാണ് ശരിക്ക്. പക്ഷെ നമ്മൾ വാസ് എന്ന് പറഞ്ഞ് പഠിച്ച എന്തിനാ അറിയോ? കൃത്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കുറച്ചാലം കഴിയുമ്പോൾ നമ്മളത് വോസ് ആക്കൂട്ടോ. ഐ വാസ് എ സ്റ്റുഡന്റ് ഇങ്ങനെ പറയും നമ്മൾ. എല്ലാം ടോൺ മാറ്റി നമ്മൾ പിടിക്കും. ഓക്കെ, അപ്പൊ ഞാനൊരു ഹാവിനും ടോൺ മാറ്റലുണ്ട്. ഹാവ് എന്ന് പറയില്ല, അങ്ങനെ കേൾക്കുള്ളൂ. ഐ കംപ്ലീറ്റഡ് ഇത്ര കേൾക്കുള്ളൂ. എല്ലാത്തിനും മാറ്റണ്ട്. പക്ഷെ ഐ എന്ന് പറയുമ്പോ ഈ ഐ ഹാവ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ഒക്കെ ഹാവ് എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം കേട്ടോ. കുറച്ചാലും കഴിയുമ്പോൾ നമുക്കത് ഐ ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു, എങ്ങനെ പറയും? ഐ വാസ് എ സ്റ്റുഡന്റ്. ഇനി ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ സ്റ്റുഡന്റ് ആണെന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയും? ഞാനിപ്പോ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇപ്പൊ ഒരു 3ാം ക്ലാസ്സിൽ ഐ ഹാവ് ബീൻ എ സ്റ്റുഡന്റ് എന്നാണ് അതിനർത്ഥം. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റുഡന്റ് ആണെന്ന് പറയാനായിട്ട് ഐ ഹാവ് ബീൻ എ സ്റ്റുഡന്റ് എന്നാണ്. അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവും, കുറച്ച് കാലങ്ങളായിട്ട് എന്നാണെങ്കിൽ ഐ എം എ സ്റ്റുഡന്റ് ഫോർ 3 years, ഒരു 3 വർഷത്തോളായിട്ട് ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയും പറയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഐ ഹാവ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പൊസിഷനിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നതാണ്. അപ്പം അതിന് ഈ 3 years എന്നൊന്നും അല്ലെങ്കിൽ കൃത്യം ഒരു ഏകദേശം ഇത്ര സമയം എന്നൊന്നും പറയാതെ നമുക്ക് ഈ ഹാവ് ബീൻ മാത്രം ചേർത്തിട്ടും അതിന് മീനിങ് കിട്ടും. ഐ ഹാവ് ബീൻ എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റുഡൻ്റ് ആണ് എന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ? സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ കുറച്ച് കാലങ്ങളോളായിട്ട് സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞൂടെ? അപ്പൊ നമ്മളെങ്ങനെ എന്താ പറയാന്നറിയോ? ഈ ഐ ഹാവ് ബീൻ, അവിടെ ഹാവിന്റെ പാസ്റ്റ് എടുക്കണം. ഐ ഹാഡ് ബീൻ എ സ്റ്റുഡന്റ്, ഞാൻ കുറച്ച് കാലങ്ങളോളായിട്ട് സ്റ്റുഡന്റ് ആയിരുന്നു. ഇത്രയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ആം ഈസ് ആർ, അതിന്റെ പാസ്റ്റ് വാസ് വേറിടുക. അതുപോലെ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഞാനൊരു സംഭവം ആണെന്ന് പറയാനായിട്ട് ഹാവ് ബീനും, കുറച്ച് കാലങ്ങളോളായിട്ട് ഞാനൊരു സംഭവം ആയിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഹാഡ് ബീനും ഇട്ടു. ഇത് നിങ്ങളൊന്ന് മനസ്സിൽ പിടിക്കാട്ടോ. ഇനിയാണ് നമ്മൾ അടുത്തയിലേക്ക് പോകുന്നത്. ഇനി നമ്മളൊരു പ്രവൃത്തിയിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം?
ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. I am speaking now. ഐ ആം സ്പീക്കിംഗ് നൗ അല്ലേ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയോ ഞാൻ ഇന്നലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ ഈ സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണം. മീൻസ് ഇന്നലെ ഞാൻ സംസാരിച്ചു. I was speaking yesterday. ഐ വാസ് സ്പീക്കിംഗ് അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ. ഈ സമയത്ത് ഞാൻ ഇന്നലെ സംസാരിക്കുകയായിരുന്നു അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് ആ മൊമെന്റത്തെ കാര്യം കേട്ടോ. ആ മൊമെന്റിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഈ മൊമെന്റിൽ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ഞാൻ കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് പറയുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയില്ലേ, അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞില്ലേ? ഓക്കെ, ഇപ്പം ഞങ്ങളൊരു 5 മിനിറ്റോളമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. കൊണ്ടേയിരിക്കുകയാണ്, അതായത് ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങി എന്നിട്ട് ഇപ്പം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. We have been speaking for 5 minutes. We have been speaking for 5 minutes. ഞങ്ങൾ 5 മിനിറ്റോളായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ വ്യത്യാസം എന്താണ്? നമ്മൾ ഒരു കാര്യം ചെയ്തു, മുന്നേ തുടങ്ങി, നമ്മൾ ഈ ക്യാമറ ഓൺ ചെയ്തപ്പോൾ അപ്പം മുതൽ സംസാരം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെന്ന് അർത്ഥം. ഇപ്പോഴത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നിർത്തലൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിർത്തലൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇപ്പോഴും അതിനൊരു തുടർച്ചയുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു സമയത്ത് തുടങ്ങി ആ സമയത്തിന് നമ്മളവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ ഒരു ഡ്യൂറേഷൻ ഓഫ് സമയത്താണ് അത് നടക്കുന്നത്. അതിപ്പോൾ 1 മിനിറ്റിൻ്റെ ഉള്ളിലാവാം, 5 മിനിറ്റിൻ്റെ ഉള്ളിലാവാം, മണിക്കൂറുകളോളാവാം, നൂറ്റാണ്ടുകളാവാം, എത്ര ആയാലും കുഴപ്പമില്ല. ആ സമയത്തിൻ്റെ ഉള്ളിൽ അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഒരാൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മുന്നേ, അതായത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട് ഐ ഹാവ് ബീൻ കഴിഞ്ഞിട്ട് ING ഫോം പറയണമെന്ന്. അത് നമ്മൾ പറയുന്ന മലയാളത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എപ്പോഴാണോ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പല ആൾക്കാരും പല മലയാളമായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അത് മാറ്റി പറയേണ്ടി വരും. ഇപ്പം ചെയ്യുന്നു എന്ന് ഞങ്ങളിവിടെ പറയുന്നത് ഞാൻ എന്നും ചെയ്യുന്നു, ഞാൻ ചെയ്യാറുണ്ട്. അത് പ്രസൻറ്റിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും. കുറേ കാലമായിട്ട് ഞാൻ ചെയ്തു കൊണ്ടേയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന മലയാളം. അപ്പം അത് നിങ്ങളുടെ സ്ഥലത്തുള്ള മലയാളത്തിനനുസരിച്ച് ഈ പറയുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അവിടെ ഇംഗ്ലീഷിൽ മാറില്ല. ഇംഗ്ലീഷിൽ നിങ്ങൾ അതിൻ്റെ ടൈം മാത്രം നോക്കിയാൽ മതി. എന്നും ചെയ്യാറുള്ള കാര്യം ചെയ്യുന്നു, ചെയ്യാറുണ്ട്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ഇനി ചെയ്തു കൊണ്ടേയിരിക്കുന്ന കാര്യം, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനും ഹാവ് ബീൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിനനുസരിച്ച് ഇംഗ്ലീഷ് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ കോഴിക്കോട് ഭാഷ ഇതല്ല, നല്ല മാറ്റം. ഓരോ പിന്നെ ജില്ലകളിലേക്കും ഇത് വ്യത്യാസം ഉണ്ടാവും. തൃശ്ശൂര് നല്ല മാറ്റം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ഞാൻ ഒന്നും കൂടി പറയാണ്. ഐ സ്റ്റഡി, ഞാൻ പഠിക്കുന്നു, അത് ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണ്. ഐ ആം സ്റ്റഡിയിങ്, അത് ഇപ്പം ചെയ്യുന്ന കാര്യമാണ്. ഐ ആം സ്റ്റഡിയിങ്. ഇനി ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ തുടങ്ങി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മൂന്നിന്റെ ഡിഫറൻസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അത് എപ്പോൾ പറയണം എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. ഓക്കെ, അപ്പൊ എന്താണ്, പിന്നെ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയാനായിട്ട് ഐ പറഞ്ഞു, ഹാവ് ബീൻ പറഞ്ഞു, പിന്നെ ING ഫോം ഓഫ് വെർബ് പറയുന്നു. ഐ പ്ലസ് ഹാവ് ബീൻ, ഹാവ് ചേർക്കുന്നു. ഹാവ് എന്നുള്ളത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് അനുസരിച്ച് മാറും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഹൈക്ക് പകരം ഹിയോ ഷിയോ ഇറ്റോ ആണെങ്കിൽ ഹാവിന് പകരം ഹാസ് ബീൻ ആവും. അതേപോലെ ഹാവ് വരും. ഓക്കെ, അപ്പോൾ ഈ ഹാവ് എന്ന് പറയുന്ന സെയിം മീനിങ് തന്നെയാണ് ഹാസിനും. ഹാവ് എന്ന് പറയുന്നത് നമ്മൾ അയ്യോ ദേവിന്റെ കൂടെയും ചേർക്കും. ഹാസ് എന്ന് പറയുന്നത് ഹി ഷീറ്റിന്റെ കൂടെയും ചേർക്കും. അപ്പോൾ ഈ ഹാവ് ഹാസ് എന്ന് പറയുന്ന ഒറ്റ വാക്കാണ്. അതിന്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഹാഡ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബാണ് ഹാഡ്. വീണ്ടും ഹാഡ് വരുന്നു. അതായത് V1 എന്ന് പറയുന്നത് ഹാവ് ഹാസ്, V2 എന്ന് പറയുന്നത് ഹാഡ്, V3 എന്ന് പറയുന്നത് ഹാഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാനാണ് ഐ ഹാവ് ബീൻ വെച്ചിട്ട് ING ഫോമിൽ വെർബ് പറയുന്നത്. ഇനി അടുത്തൊരു ഉദാഹരണം. നീ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അമ്മണ്ട് വീട്ടില്. അമ്മ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്ക് നല്ല വിശപ്പുണ്ട്. നീ ചോറ് ചെന്ന് ചോദിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് അമ്മ പറയാണ്, ഞാനിവിടെ 2 മണിക്കൂറായി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ആയിട്ടില്ല. അപ്പൊ 2 മണിക്കൂർ ആയിട്ട് ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയാണെന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയും? അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായത്. എങ്ങനെ പറയാ?
അപ്പൊ I have been cooking for 2 minutes. 2 മിനിറ്റ് അല്ലേ ഞാൻ പറഞ്ഞത്, 2 മണിക്കൂർ. മണിക്കൂറിന് hours. I have been cooking for 2 hours. അവിടെ എന്തിനാ 4 ഇട്ടത്? ഒരു ചെയ്യുന്നതിന് വേണ്ടിയല്ല, അവിടെ വേണ്ടി എന്നല്ല മീനിങ്. അവിടെ വേണ്ടി എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല. ആ 2 മണിക്കൂറോളമായിട്ട്, അത്രയും സമയത്തിന്റെ ദൈർഘ്യത്തോളമായിട്ട്, ആ ഓളമായിട്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 4 ഇട്ടത്. ഓളം 2 മണിക്കൂറോളമായിട്ട്. ഓളം അങ്ങള് പോളം, മനസ്സിലായില്ലേ? അത് തേന്മാവും കൊമ്പത്തെ ഡയലോഗാണ്. ഓക്കെ, അപ്പോ അത്രത്തോളം 2 മണിക്കൂറോളമായിട്ട് ഐ ഹാവ് ബീൻ, ശ്രദ്ധിക്കുക, ഐ ഹാവ് ബീൻ കുക്കിംഗ് ഫോർ 2 hours എന്നാണ് പറഞ്ഞത്. ഞാൻ 2 മണിക്കൂറോളമായിട്ട് ഭക്ഷണം പാകം ചെയ്തു. ഇപ്പം അമ്മ പറഞ്ഞത് ഞാൻ 2 മണിക്കൂറോളമായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നു എന്നല്ലേ? അപ്പൊ നീ സ്കൂൾ വിട്ട് വരുന്നത് ഒരു 4 മണിയൊക്കെ സമയത്തല്ലേ? 4:30. അപ്പൊ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ ഒരു 2:30 ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. നീ 2 മണിയാക്കിയോ? 2 മണിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ 2 മണിക്ക് കൃത്യം ഞാൻ 2 മണി മുതൽ ഞാൻ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് എങ്ങനെ പറയാം? അപ്പൊ അവിടെ 4 ഇടാൻ പറ്റുമോ? അപ്പൊ അവിടെ എന്ത്? അപ്പൊ നമ്മളവിടെ സിൻസ് ഇടും. മനസ്സിലായോ? അത് 2 മണി മുതൽ അതേ ഉള്ളൂ. അപ്പൊ അവിടെ കൃത്യസമയം നമ്മൾ പറയുന്നുണ്ട്. ആ കൃത്യസമയം മുതൽ നമ്മൾ സിൻസ് എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാ? cooking since 2 o'clock. I have been cooking since 2 o'clock. അവിടെ അപ്പൊ ടൈം അല്ലല്ലേ? അവിടെ നമ്മൾ കൃത്യം സമയത്തിന്റെ അത് പറഞ്ഞുകൊണ്ട് സിൻസ് 2 o'clock കൊടുത്തു. അവിടെ പിന്നെ അറ്റും വേറൊന്നും വേണ്ട, സിൻസ് മാത്രം മതി. സിൻസ് 2 o'clock ഞാൻ 2 മണി മുതൽ ഞാൻ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകിൽ നമ്മൾ 4 ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ സിൻസ് ഉപയോഗിക്കണം. അതായത് ഒരു ഡ്യൂറേഷൻ ഓഫ് സമയം പറയുകയാണെങ്കിൽ അതിന് 4 യൂസ് ചെയ്യണം. കൃത്യം ഒരു സമയം പറയുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ സിൻസ് യൂസ് ചെയ്യണം. ഇത് മാത്രമേ ഉള്ളൂ ഈ ടെൻസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഐ പറഞ്ഞു, ഹാവ് ബീൻ പറഞ്ഞു, ING ഫോമിൽ വെർബ് പറഞ്ഞു, ഒന്നുകിൽ സിൻസ് അല്ലെങ്കിൽ 4, അത് കഴിഞ്ഞിട്ട് നമ്മൾ സമയം പറയുന്നു. ഈ സംഭവം റെഡി. ഇത്രേ ഉള്ളൂ. ഇനി ഇതിനെ ചോദ്യമാക്കുന്നത് എങ്ങനെയാ? ഹാവ് യു ബീൻ വെച്ചിട്ട് ചോദ്യമാക്കാം. കുക്കിംഗ് എങ്ങനെ ചെയ്യാണ്? ഹാവ് യു ബീൻ കുക്കിംഗ്? നീ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? കുക്കിംഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ? അല്ലേ? ചെയ്തുകൊണ്ടേ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹാവ് യു ബീൻ കുക്കിംഗ് ഫോർ 2 hours? വേണം. സിൻസ് 2 o'clock. നീ 2 മണി മുതൽ കുക്കിംഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നീ 2 മണിക്കൂറോളമായിട്ട് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഹാവിന് മാത്രം എടുത്ത് ഫ്രണ്ടിൽ കിട്ടുള്ളൂ. ഹാവ് യു ബീൻ കുക്കിംഗ് ഫോർ 2 hours? നീ 2 മണിക്കൂറോളമായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാവ് യു ബീൻ കുക്കിംഗ് സിൻസ് 2 o'clock? നീ 2 മണി മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതാണ് വ്യത്യാസം. ഓക്കെ, ഇനി ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹാവിന്റെ നോട്ട് ഇട്ടാൽ മതി അല്ലേ? ഐ ഹാവ് നോട്ട് ബീൻ. ഐ ഹാവ് ബീൻ നോട്ട് അല്ല, ഐ ഹാവ് നോട്ട് ബീൻ കുക്കിംഗ്. ഞാൻ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടേയിരിക്കുകയല്ല. ഇനി നമുക്കിത് ചോദ്യമാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കാം, അല്ല നീ എത്ര മണിക്കൂറായിട്ട് ഇവിടെ പാകം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ട എത്ര സമയം എന്ന് ചോദിക്കാൻ വേണ്ടി ഹൗ ലോങ് എന്ന് ചോദിക്കണം. ഹൗ ലോങ് ഇട്ടിട്ട് ബാക്കി ഇതേമാതിരി പറഞ്ഞാൽ മതി. അപ്പം അവസാനത്തെ 4 നമുക്ക് അതാണല്ലോ അറിയേണ്ടത്, സമയമാണ് അറിയേണ്ടത്. അപ്പം 4 2 hours സിൻസ് 2 o'clock ഇതൊന്നും വരില്ല, അതാണ് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്നിട്ട് ഹൗ ലോങ് എന്നുള്ളത് വെച്ച് ചോദിക്കുക. അപ്പം എങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഹാവ് യു ബീൻ കുക്കിംഗ്? അത്രേ ഉള്ളൂ. ഹൗ ലോങ് ഹാവ് യു ബീൻ കുക്കിംഗ്? നീ എത്ര സമയമായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നീ എത്ര കാലമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക? Have you been living here? നീ എത്ര കാലമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്? How long have you been living here? നീ എത്ര കാലമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? എങ്ങനെ ചോദിക്കും? How long have been studying the English? Studying. ING വിടരുത്. അവിടെ നമ്മൾ സ്റ്റഡിയിങ്ങിന് പകരം നമ്മൾ ലേണിംഗ് ആണോ ഒന്നും കൂടി നല്ലത്. നമ്മളൊരു കാര്യം ഗ്രഹിക്കുകയാണ്. സ്റ്റഡിയിങ് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടണില്ല. How long have you been learning English? നീ എത്ര കാലത്തോളായിട്ട്
ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഹിന്ദി? നീ എത്ര കാലമായിട്ട് ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ആകെ ശ്രദ്ധിക്കേണ്ട എത്രേ ഉള്ളൂ, സിൻസ് എവിടെ ഇടണം, ഫോർ എവിടെ ഇടണം. ഇനി ഈ സിൻസിന് വേറെ മീനിങ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ, ഇന്ന കാരണത്താൽ ഞാൻ ഇത് ചെയ്തില്ല എന്നൊക്കെ പറയില്ലേ, അതിന് അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ബിക്കോസ് ഓഫിന് പകരം നമ്മൾ സിൻസ് യൂസ് ചെയ്യും. ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇന്ന കാരണം കൊണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറയാണ്, ഐ ഡിഡിൻ ഗോ ടു സ്കൂൾ ടുഡേ ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ഇന്ന് മഴയായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയില്ല. ആ, അപ്പൊ അതുപോലെ നമുക്ക് ഈ സിൻസ് ഇട്ട് പറയാം. ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയില്ല. എങ്ങനെ പറയാ? didn't go to school since it is raining. ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിൻസിന് വേറെ ഉണ്ടല്ലേ? സിൻസിന് വേറൊരു മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. അതായത് ബിക്കോസ് ഓഫിന് പകരം നമുക്ക് സിൻസ് ഇടാം. അതായത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ആ കാരണം കൊണ്ട്, ഇന്ന കാരണത്താൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഓഫ് മാറ്റിയിട്ട് നമുക്ക് സിൻസ് ഇടാം. അപ്പൊ സിൻസ് വേറെ എവിടെയെങ്കിലും കണ്ടാൽ അതിന്റെ മീനിങ് അവിടെ മുതൽ എന്നല്ല, അവിടെ ഇന്ന കാരണം കൊണ്ട് എന്നാണ്. ഓക്കെ, അതേപോലെ ഫോറിനും വേറെ കുറെ മീനിങ്ങുകളുണ്ട്. ഫോറിന്റെ മീനിങ്ങുകൾ അറിയില്ലേ? ഫോർ വേണ്ടി, അല്ലേ? അതായത് ഇപ്പോ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നു, എങ്ങനെ പറയാ? ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവന് വേണ്ടി. ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം. ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്നതാണ്, ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം വെയിറ്റിംഗ് ഫോർ ഹെർ എന്നാവും. ഇനി ഇങ്ങനെ പറയും, ഇത് കണ്ടതിൽ സന്തോഷം. അങ്ങനെ പറയാനായിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് എന്ന് പറയും. ഇത് നിങ്ങൾ വാച്ച് ചെയ്തതിൽ, ആ സംഭവം ചെയ്തതിൽ എന്ന് പറയാനായിട്ടും ഫോർ കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് വെർബ് പറയും. ഫോർ കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും മിക്കവാറും ING ഫോമിലായിരിക്കും വെർബ് വരിക, വെർബാണെങ്കിൽ. അപ്പോൾ കണ്ടതിൽ സന്തോഷം എന്ന് പറയുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, വീഡിയോ കണ്ടതിൽ സന്തോഷം. പിന്നെ കമൻ്റ് അയച്ചതിൽ സന്തോഷം, താങ്ക് യു ഫോർ സെൻഡിങ് കമൻറ്റ്, ഇങ്ങനെ പറയാം. ഇനിയോ താങ്ക് യു ഫോർ വിഷ് ചെയ്തതിൽ സന്തോഷം, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. അവിടെ നമ്മൾ സബ്സ്ക്രൈബിങ് എന്ന് പറയണം. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് എന്ന് പറയണം. വിഷ് ചെയ്തതിൽ, നമ്മളെ ആശംസിച്ചതിൽ താങ്ക്സ് എന്ന് പറയുന്നത് താങ്ക്സ് ഫോർ വിഷിങ്. ഒക്കെ ഫോർ കഴിഞ്ഞാൽ ING പറയണം. അപ്പോൾ അത് ചെയ്തതിൽ ആണെങ്കിലും ചെയ്യുന്നതിലാണെങ്കിലും ഒക്കെ ഫോർ കഴിഞ്ഞാൽ ING ആണ്. നമ്മൾ പറയും ആശംസിക്കുന്നതിൽ താങ്ക്സ് എന്ന് പറയും. അത് ആശംസിക്കുന്നതിലായാലും ആശംസിച്ചതിനായാലും ഒക്കെ ഫോർ കഴിഞ്ഞിട്ട് ഈ ING ഫോം ഓഫ് വെർബിലാ പറയാം. അതങ്ങനെയാണ്. ഓക്കെ, അതാണ് റൂള്. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇത് പ്രസന്റ് കണ്ടിന്യൂസിൽ നിന്നും അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസിൽ നിന്നൊക്കെ എത്രത്തോളം വ്യത്യസ്തമാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കണമെങ്കിൽ ഹാവിന് പകരം ഹാഡ് മാത്രം ഇട്ടാൽ മതി. അപ്പം ഞാൻ കഴിഞ്ഞ സമയത്ത് ഒരു പ്രവൃത്തി അന്ന് ആ സമയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് മാത്രമാവും, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഡേ വീണ്ടും കാണാം. അതുവരെയ്ക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത ഡേ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.